ഹലോ ഗൈസ്, പത്രമാറ്റിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ജയൻ ജാനകിയോട് പറയുന്നുണ്ട്, നിന്റെ മരുമകൾ വന്നതിൽ പിന്നെ നിന്റെ സ്വഭാവം വളരെ അങ്ങ് മാറിപ്പോയെന്ന്. അതിന് കാരണം നയനയാണെന്നാണ് ജാനകി പറയുന്നത്. എന്തായാലും ഈ അപകടത്തിന് കാരണം ഒന്നുകിൽ അഭിയും ജലജയുമായിരിക്കും, അല്ലെങ്കിൽ ജാനകിയുടെ മരുമോളും അവിടെ അമ്മയുമായിരിക്കും എന്ന് പറയും. അപ്പം ജാനകി പറയുന്നുണ്ട്, എൻ്റെ മരുമോളെ അമ്മയും അതിനകത്തൊന്നും ഉൾപ്പെടുത്തണ്ടെന്ന്. പിന്നെ ഞങ്ങളാണോ ചെയ്തതെന്ന് ചോദിച്ച് ജലജയും ചൂടാകും. എന്ത് കാര്യത്തിനും എന്നെയും അഭിയെയും കുറ്റം പറയണ്ടെന്ന് പറഞ്ഞ് ജലജയും പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് നയനയും ആദർശവും അങ്ങോട്ട് കടന്നു വരുന്നത്. അപ്പോൾ ജലജ പറയുന്നുണ്ട്, ദേ വരുന്നുണ്ട്, ഒരിക്കലും കാണരുതാത്തവർ വരുന്നുണ്ടെന്ന് പറയും. നയനയും ആദർശം ജയൻ്റെ അടുത്ത് വന്നിട്ട് പറയും, ഞങ്ങളൊന്ന് ഡോക്ടറെ പോയി കണ്ടേച്ച് വരാമെന്ന് പറഞ്ഞ് അവരങ്ങ് പോകും. ഇവളെന്തിനാ ഇങ്ങോട്ട് വന്നത്? ഏട്ടത്തിക്കാണ് ഇവളിവിടെ നിൽക്കുന്നതേ ഇഷ്ടമല്ല, എന്നിട്ടും അങ്ങ് വന്നോളുക എന്ന് പറഞ്ഞ് ജലജയും ജാനകിയും ചൂടാകുന്നുണ്ട്. അപ്പോൾ ജയൻ പറയും, എൻ്റെ ഭാര്യയുടെ ഏറ്റവും വലിയ പ്രശ്നം അവളുടെ മരുമോളെ സ്നേഹിക്കാത്തതാണ്. ഇപ്പോൾ ICU കിടക്കുകയാണെങ്കിലും അവളുടെ വിവരക്കേടിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ജയൻ അങ്ങ് പോകും. ഡോക്ടറോട് ആദർശം നയനയും അമ്മയുടെ കാര്യമൊക്കെ തിരക്കുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ പറയും, എത്രയും പെട്ടെന്ന് ലിവർ മാറ്റി വെക്കണമെന്ന്, എന്ത് വേണേലും ചെയ്യാം, അമ്മയുടെ ജീവൻ രക്ഷിച്ചാൽ മതിയെന്ന് ആദർശ് പറയുന്നുണ്ട്. ഇതേ ബ്ലഡ് ഗ്രൂപ്പിലുള്ള ഒരു ഡോണറെ കണ്ടുപിടിക്കുക അത്ര നിസ്സാരമായിട്ടുള്ള കാര്യമൊന്നും അല്ല ആദർശെന്ന് ഡോക്ടർ പറയുന്നത് കേൾക്കുമ്പോഴത്തേനും നയന പെട്ടെന്ന് പറയുന്നുണ്ട്, ഡോക്ടറെ, എൻ്റെ ജീവൻ വരെ ഞാൻ അമ്മയ്ക്ക് വേണ്ടി കൊടുക്കാൻ തയ്യാറാണ്, അതുകൊണ്ട് എൻ്റെ ലിവർ എടുത്താൽ മതി, വേറെ ആരെ ഇനിയും തപ്പണ്ടെന്ന്. പെട്ടെന്ന് അങ്ങനെ എടുക്കാനൊന്നും പറ്റില്ല, എല്ലാ ടെസ്റ്റുകളും നടത്തണം, ചേരുമെന്ന് വച്ചാലും പല ടെസ്റ്റുകളും ഉണ്ടെന്ന് പറയും. പിന്നെ ശരിക്കുള്ള പ്രശ്നം ദേവയാനിക്ക് മാനസികമായിട്ടാണ്. അവർ അവരുടെ മരുമോളെ ഒരുപാട് വെറുക്കുന്നുണ്ട്. ഞങ്ങളുടെ സൈക്കാട്രിസ്റ്റ് അവരുമായിട്ട് സംസാരിച്ചിരുന്നു. അപ്പം ദേവയാനി മരുമോളെ ഒരുപാട് വെറുക്കുന്നതായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയിരിക്കുന്നതെന്ന് പറയും. അതുകൊണ്ട് ഡോക്ടറെ, ഞാനാണ് ലിവർ തരുന്നെന്നുള്ള കാര്യം അമ്മ ഒരിക്കലും അറിയണ്ട, അങ്ങനെ അറിഞ്ഞാൽ അമ്മ ചികിത്സിക്കേണ്ടെന്നേ പറയത്തുള്ളെന്ന് നയന പറയുന്നുണ്ട്. പിന്നെ താൻ മാത്രം സമ്മതിച്ചാൽ പോരല്ലോ, തൻ്റെ ഭർത്താവും സമ്മതിക്കണ്ടെന്ന് ചോദിക്കും. അതൊന്നും സാരമില്ല ഡോക്ടറെ, ആദർശത്തെ സമ്മതിച്ചോളൂ എന്ന് നയന പറയുന്നുണ്ട്. എന്തായാലും സീനിയർ ഡോക്ടർക്ക് ഞാൻ പേഷ്യൻറ്റിൻ്റെ എല്ലാ വിവരങ്ങളും കൈമാറിയിട്ടുണ്ട്. അദ്ദേഹം ഇന്ന് വരും. അന്നേരം ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് തൻ്റെ കാര്യം അറിയിക്കാമെന്ന് നയനയോട് ഡോക്ടർ പറയും. ആദർശ ICUയിലേക്ക് കയറി ചെല്ലുമ്പോൾ ദേവയാനി പറയുന്നുണ്ട്, എനിക്ക് നിന്നെ കാണുകയേ വേണ്ട, ഞാൻ പറഞ്ഞതനുസരിക്കാതെ ജീവിക്കുകയല്ലേ നീ ഇപ്പം എന്നൊക്കെ പറയും. അന്നേരം ആദർശ് ചോദിക്കുന്നുണ്ട്, അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? അതല്ല, ഞാൻ പറഞ്ഞതല്ലേ 41 ദിവസം നീ നന്നായിട്ട് വ്രതം എടുക്കണമെന്ന്, എന്നിട്ട് നീ എന്നെ അനുസരിക്കാതല്ലേ ജീവിക്കുന്നത് എന്നൊക്കെ ചോദിക്കും. അപ്പം ആദർശിന് അങ്ങ് വിഷമമൊക്കെ ആകുന്നുണ്ട്. അവൾ പുറത്തുണ്ടോ ആ നയനയെന്ന് ദേവയാനി ആദർശിനോട് ചോദിക്കുന്നുണ്ട്. ആദർശ് അപ്പം അത് പിന്നെ എന്നൊക്കെ അമ്മേ എന്നൊക്കെ പറയുമ്പോൾ തന്നെ ദേവയാനി പറയും, എനിക്ക് മനസ്സിലായി, അവൾ പുറത്തുണ്ടല്ലേ, എനിക്ക് അവളുടെ മുഖം കാണുകയേ വേണ്ട, നീ ഒരിക്കൽ പോലും അവളെ എൻ്റെ മുറിയിലേക്ക് കയറ്റി വിടരുതെന്ന് പറയും. അമ്മ എന്താ ഇങ്ങനെ സത്യം അറിയാതെ സംസാരിക്കുമെന്ന് പറയും. ഞാൻ ഇനി ഇവിടുന്ന് തറവാട്ടിലേക്ക് തിരിച്ചു വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അതുകൊണ്ട് ഞാൻ വരാതിരിക്കാൻ നീ പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ പിന്നെ ഞാൻ അവിടെ വന്നാൽ അവളുടെ മുഖം കാണേണ്ടി വരും, അവളെ അവിടെ വീട്ടിൽ കൊണ്ടാക്കിയേര്, പിന്നെ നിനക്ക് അവളെ കാണാതിരിക്കാൻ വിഷമമുണ്ടെങ്കിൽ നീ ഇടയ്ക്കൊക്കെ പോയി അവളെ അവിടെ ചെന്ന് കണ്ടാൽ മതി എന്ന് പറയും. അപ്പോൾ ആദർശിന് വിഷമം തോന്നുന്നുണ്ട്. നിനക്ക് വിഷമം തോന്നിയല്ലേ, അതിനർത്ഥം നിനക്ക് അവളുടെ മുഖം കാണണമെന്ന് എൻ്റെ മുഖമായിരിക്കും കാണണ്ടാത്തത്, എന്നാൽ പിന്നെ ഞാൻ മരിക്കാൻ വേണ്ടി നീ പ്രാർത്ഥിക്കുകയും ഞാൻ അങ്ങോട്ട് തിരിച്ചു വരുന്നില്ല എന്ന് പറയും. അമ്മയ്ക്ക് ഇന്നലെ കൂട്ടുനിന്നത് അപ്പച്ചിയും ചെറിയമ്മയാണ്. അവർ രണ്ടുപേരും അമ്മയുടെ മനസ്സിനെ നന്നായിട്ട് ചൂട് പിടിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ടല്ലേ അമ്മയെ സ്നേഹിക്കുന്നവരെ തിരിച്ചറിയാതെയും ജീവൻ തരാൻ നിൽക്കുന്നവരെയും മനസ്സിലാക്കാതിരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ദേവയാനി പറയും, എന്നെ ആരും ചൂട് പിടിപ്പിച്ചിട്ടൊന്നുമില്ല, ഏതോ നല്ല മനസ്സുള്ള ആരാണ് എനിക്ക് ബ്ലഡ് തന്നത്, ആ ബ്ലഡ് അങ്ങനെ ചൂടാകത്തൊന്നുമില്ല, പിന്നെ നീ അവളെ ഇങ്ങോട്ട് കടത്തി വിടരുത്, അത് കണ്ടാൽ എൻ്റെ ബ്ലഡ് 100 ഡിഗ്രി മേളിൽ ചൂട് പിടിച്ചെന്നിരിക്കും, അതുകൊണ്ട് നീ എൻ്റെ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോ, നീ ഇനി ഇതിനകത്ത് കയറുകയേ വേണ്ടെന്ന് ദേവയാനി പറയും. സങ്കടത്തോടെ ആദർശ് ഇറങ്ങി വെളിയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ നയനയും ജയനും വന്ന് ചോദിക്കുന്നുണ്ട്, എന്തു പറഞ്ഞു അമ്മയെന്നൊക്കെ ചോദിക്കും. അന്നേരം പറയും, ഇവളോടുള്ള ദേഷ്യം അമ്മയ്ക്ക് ഒട്ടും കുറഞ്ഞിട്ടില്ല, കൂടി വരുന്നതേ ഉള്ളെന്ന് പറയും. അതൊന്നും സാരമില്ല ആദർശേട്ടാ, നമുക്കതൊന്നും ശ്രദ്ധിക്കണ്ട, അമ്മയുടെ രോഗം ഭേദമായി അമ്മ വീട്ടിലേക്ക് വരുന്നത് മാത്രം നമ്മൾ ഇനി ചിന്തിച്ചാൽ മതി, അതുകൊണ്ട് എൻ്റെ കരൾ കൊടുക്കുന്നതിന് കുഴപ്പമില്ലെന്ന് പറഞ്ഞ് നയന നിൽക്കുകയാണ്. നിൻ്റെ വീട്ടുകാർ ഇതൊക്കെ സമ്മതിക്കുമോ നയനെ, അതുകൊണ്ട് ഇതൊന്നും വേണ്ട എന്ന് ആദർശ് പറയും. എൻ്റെ വീട്ടുകാരുടെ കാര്യമൊന്നും ആദർശേട്ടൻ ഓർക്കണ്ട, ഞാൻ അവരുടെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം എന്നൊക്കെ നയന പറയുന്നുണ്ട്.
ഇവളിപ്പം കരൾ കൊടുത്താലും ബ്ലഡ് കൊടുത്താലും എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും അമ്മ ഇവളെ സ്നേഹിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവസാനം പറയുന്നത് കൊല്ലാൻ നോക്കിയിട്ട് കരൾ തന്നെന്നായിരിക്കും എന്ന് ആദർശ് സങ്കടപ്പെട്ട് പറയുന്നുണ്ട്. അപ്പം ജയൻ പറയും, ഇതെല്ലാം അവൾ മനസ്സിലാക്കിയില്ലേലും എല്ലാം മനസ്സിലാക്കുന്ന ഒരു ശക്തി ഉണ്ട്. ആ ശക്തി എന്നായാലും ദേവയാനിയെ വെറുതെ വിടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് ജയൻ അങ്ങ് പോകും. ജലജ വീട്ടിൽ ചെല്ലുന്നതേ അവിയെ തപ്പി ചെല്ലും. എന്നിട്ട് അഭിയോട് പറയുന്നുണ്ട്, എടാ ഇത് പ്രശ്നമാകുമെന്നാണ് തോന്നുന്നത്, പോലീസ് കേസൊക്കെ ആകുമെന്നാണ് തോന്നുന്നതെന്ന് പറയും. അപ്പോൾ അഭി ചോദിക്കും, അതിനെന്താമേ പോലീസ് കേസായ എന്താ, നമ്മളൊന്നും അറിഞ്ഞില്ലല്ലോ, നമ്മളൊന്നും ചെയ്തിട്ടുമില്ല, യഥാർത്ഥ പ്രതികളെ പിടിക്കട്ടെ, കൂടിപ്പോയാൽ ഇവിടുത്തെ ഇളയ മരുമകൾ പുറത്താകുമായിരിക്കും, അത്ര വലിയ ഉള്ളൂ എന്ന് പറയും. നമ്മളെന്തായാലും ഒന്നും ചെയ്തിട്ടില്ല, എല്ലാം നമുക്കറിയാമായിരുന്നു എന്ന് മാത്രമല്ലേ ഉള്ളെന്ന് അഭി പറയുന്നുണ്ട്. എടാ ഏട്ടത്തി തട്ടിപ്പോകാൻ സാധ്യതയുണ്ടെന്ന് ജലജ പറയുന്നുണ്ട്. അത് കേട്ടോണ്ടാണ് നവി അങ്ങോട്ട് കയറി വരുന്നത്. നവി ചോദിക്കും, നിങ്ങൾക്ക് നാണമില്ലേ ഇങ്ങനെ പറയാനായിട്ട്, ഒരാൾ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴത്തേന് അവരെക്കുറിച്ച് ഇങ്ങനെ മോശമായിട്ട് സംസാരിക്കാവോ എന്നൊക്കെ ചോദിക്കും. ഞാനതിനൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് ജലജ കിടന്ന് ഉരുണ്ട് കളിക്കും. അപ്പോഴത്തേനും നവി പറയും, എനിക്കറിയാം നിങ്ങൾ ഇത് പറയുമെന്ന്, ഞാനത് കേട്ടോണ്ടാണ് കയറി വന്നത്, ആരും പറഞ്ഞു കേൾപ്പിച്ചിട്ടൊന്നും അല്ലല്ലോ എന്ന് നവിയെ പറയുന്നുണ്ട്. നീ മിണ്ടാതിരിക്കുക, ഞങ്ങളാരും ഒന്നും ചെയ്തിട്ടില്ല എന്ന് നവിയോട് ആഭി പറയും. അപ്പോൾ നവി പറയുന്നുണ്ട്, നീയും നിൻ്റെ അമ്മയോ അല്ലെങ്കിൽ അനാമികയോ അവളുടെ അമ്മയോ ആയിരിക്കും ഇത് ചെയ്തിരിക്കുന്നത്, ഞങ്ങൾക്ക് ഉറപ്പുണ്ട കാര്യമാണെന്ന് പറയും. നിൻ്റെ ചേടത്തി ഒരു പഠിച്ച കള്ളിയാണ്, അവൾ തന്നെയായിരിക്കും ഇത് ചെയ്തതെന്ന് ആഭി പറയും. ഇപ്പം തന്നെ ഏടത്തിക്ക് അവൾ അവിടെ ഇരിക്കുന്നത് ഇഷ്ടമേ അല്ല, എന്നിട്ടും അവൾ അവിടെ ഇരിക്കുന്നതിൻ്റെ കാരണം എന്താ, അവൾക്ക് കുറ്റബോധം കാരണമാണെന്ന് ജലജ പറയും. അപ്പോഴത്തേന് നവ്യ പറയും, ഞാൻ ഇവനോട് ഒരിക്കൽ ചോദിച്ചതാണ്, ഇവന് അച്ഛൻ്റെ സ്നേഹത്തിലും ലാളനയിലും വളർന്നവനാണോ എന്ന്. അങ്ങനെ വളരാത്തതിൻ്റെ എല്ലാ കുറവുകളും ഇവനുണ്ട്, അതിന് കാരണക്കാർ നിങ്ങളല്ലേ. അത് കേൾക്കുമ്പോൾ ജലജയ്ക്ക് അങ്ങ് ദേഷ്യം വരും. ഇടിയെന്ന് പറഞ്ഞ് ചെല്ലുന്നുണ്ട്. അപ്പം നവി പറയും, നിങ്ങളൊന്നും മിണ്ടാതിരിക്കുക, നിങ്ങൾ തന്നെയാണ് ഈ മകനെ ഇങ്ങനെ ആക്കിയത്, അവൻ്റെ അച്ഛൻ നിങ്ങളെ കളഞ്ഞേച്ച് പോയതിൻ്റെ ഫ്രസ്ട്രേഷനിലാണ് നിങ്ങൾ ഇപ്പം ഞങ്ങളുടെ എല്ലാം ജീവിതത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ചെറുപ്പകാലത്തെ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോയി, അതുകൊണ്ടല്ലേ ആരും നല്ല ദാമ്പത്യ ജീവിതം നയിക്കുന്നത് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്തതെന്ന് ജലജയുടെ മുഖത്ത് നോക്കി നവി ചോദിക്കുന്നുണ്ട്. ജലജ അങ്ങ് അടി കൊണ്ട പോലെ ഇപ്പോൾ. നയനയാണ് അത് ചെയ്തതെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ പോലീസിനെ വിളിക്കുക, നമുക്ക് കേസ് കൊടുത്തിട്ട് ഇത് തെളിയിക്കാമെന്ന് പറയും. എന്ത് തെളിയിക്കാനടി, നീയും നിൻ്റെ അനിയത്തിയുമായിരിക്കും ഇതിലൊക്കെ പ്രതിയാകുമെന്ന് പറയും. എന്തായാലും എൻ്റെ അനിയത്തി കാണുകയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്ന് നവ്യ പറയും. പോലീസ് വന്നാൽ നിങ്ങളും നിങ്ങളുടെ മോനോ അല്ലെങ്കിൽ അനാമികയോ അവളുടെ അമ്മയോ അകത്താകും എന്നുള്ള കാര്യം ഉറപ്പാണെന്ന് പറഞ്ഞ് നവ്യ ദേഷ്യപ്പെട്ട് അങ്ങ് പോകും. എന്നിട്ട് നയനെ വിളിക്കുന്നുണ്ട്, എടി എന്തായി, നിൻ്റെ അമ്മായിമ്മയ്ക്ക് വീണ്ടും വയ്യാതായോ എന്ന്. അത് പിന്നെ ചേച്ചി അമ്മയുടെ ലിവർ കംപ്ലൈൻ്റ് ആയി, പെട്ടെന്ന് ഓപ്പറേഷൻ വേണമെന്നൊക്കെ ഡോക്ടർ പറഞ്ഞു എന്നൊക്കെ പറയും. ഞങ്ങൾ എന്തായാലും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ നവ്യ പറയുന്നുണ്ട്, എന്നാൽ എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ അറിയിക്കണം കേട്ടോടിന്ന്. സീനിയർ ഡോക്ടർ വരുമ്പോൾ ദേവയാനിയെ നോക്കുന്ന ഡോക്ടറുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എന്തായാലും ഡോണറെ കിട്ടുന്നത് വരെ നമുക്ക് അവരുടെ മരുമകളെ തന്നെ നോക്കാമെന്നൊക്കെ ഡോക്ടർ പറയുന്നുണ്ട്. ആ കുട്ടിക്ക് നേരത്തെ ബ്ലഡ് കൊടുത്ത സമയത്ത് ലോ പ്രഷറൊക്കെ വന്നതല്ലായിരുന്നോ എന്ന് ചോദിക്കും. അതൊക്കെ ഇപ്പം നോർമലാണ് ഡോക്ടർ, പിന്നെ ഫിസിക്കലിയും ഓക്കെയാണ്, പിന്നെ മറ്റുള്ളവരെ പോലെ ഭയമൊന്നുമില്ലെന്ന് പറയും. എന്തായാലും ഭയമില്ലാത്തത് നന്നായി, എന്നാലും നമ്മൾ എല്ലാ ചെക്കപ്പുകളും ചെയ്തിട്ട് ആ കുട്ടിക്ക് കൗൺസിലിങ്ങും കൊടുത്തിട്ട് വേണം ഇതിന് പ്രിപ്പയർ ചെയ്യാനെന്ന് ഡോക്ടർ പറയുന്നുണ്ട്. എന്നാൽ നമുക്ക് പേഷ്യൻറ്റിനെ ഒന്ന് കാണാമെന്ന് പറഞ്ഞ് സീനിയർ ഡോക്ടർ എഴുന്നേൽക്കുന്നുണ്ട്. അങ്ങനെ ദേവയാനിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനം.